കാവാനല്ലേ ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു? നാഗറേ? അതെ, നാഗർ തന്നെ. ഇതുവരെ നാഗർ തന്നെ. പക്ഷെ നിന്റെ അനിയന് ഞാൻ നായരായതിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നോക്കിയ എൻ്റെ റേഷൻ കാർഡിൽ ഓൻ്റെ പേര് ചേർക്കണം എന്നാണ് ഓൻ്റെ മോഹം. ഇതിപ്പോൾ ആരും കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് നേരെ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ വന്നത്. ആവശ്യം നമ്മുടേതായി പോയില്ലേ. പോകുന്ന എജ്ജാതി വീട്ടിലേക്കാന്ന് നോക്കാൻ പറ്റൂലല്ല. അതുകൊണ്ട് സുരേശൻ എൻ്റെ വീട്ടിൽ റേഷൻ ഇല്ല. മനസ്സിലായല്ലോ? പിള്ളേരെന്തെങ്കിലും മുരളി, നിങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. കാമപാലെ ഓർത്തിട്ട് മാത്രമാണ് എനിക്ക് നാടകം പോലെ ഞാൻ ഒഴിവാക്കിയാണ്. അല്ല, അതങ്ങനെ മതി. നമ്മൾ പറഞ്ഞ പോലെ മതി. ഈ കാര്യം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം. ജസ്റ്റ് ഓക്കെ ആയിട്ടേ ഉള്ളൂ. മീനം 18 ആയിലത്തിന് കല്യാണം. അതൊരു അലമ്പൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ഒരു മാപ്പ് പറയാൻ വന്നതാണ്. ഒന്നല്ല ഒരു ഡസൻ മാപ്പ് അങ്ങോട്ട് പറയാം. നീ പുറത്തുനിന്ന് സംസാരിക്കും. നീ അകത്ത് പോയി പഠിക്ക്. ഡോണ്ട് ടീച്ച് മീ, ഐ ആം എ ടീച്ചർ. ഞാൻ റേഷൻ കാർഡ് ശരിയാക്കിയിട്ടുണ്ട്, തരാൻ വന്നതാണ്. ഇനി ഇതും പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അലമ്പൊന്നും ഉണ്ടാക്കരുത്. ഞങ്ങൾ അങ്ങനെയെങ്കിലും ജീവിച്ചോളാം. സമ്മതിച്ച്. ഇല്ലെങ്കിൽ തന്നെ എൻ്റേതല്ലാത്തൊരു ശനി ബാധിച്ച് നിൽക്കുക ഞാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രേമം കാമം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങരുത്. നാണക്കേടാണ്. ഒരു നായർ ചെക്കൻ അല്ലാതെ ഞാൻ ഓളെ കഴിപ്പിച്ച് കൊടുക്കൂല. അപ്പൊ അതാണ് പ്രശ്നം ഭഗവതി. ഞാൻ ആഹാരമില്ലാത്തതാണ് പ്രശ്നം. അതാണ് ഒരു റേഷൻ കാർഡിൽ സൂണി എഴുതി പോട്ടത് ഇതൊക്കെ ഉള്ള ഡ്രാമാണ്. നാഹരേട്ടാ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. വരുമ്പോ എന്നോട് ആരാന്നൊന്ന് ചോദിക്കണം. ആരാ? ഞാൻ സുരേഷ് നായർ. ഇത് ഭഗവതി നായർ. എൻ്റെ ഏട്ടന്മാർ സുധാകരൻ നായർ, ഗംഗാധരൻ നായർ, മനോഹരൻ നായർ, പുഷ്കർ നായർ. എനിക്ക് കല്യാണം കഴിപ്പിച്ചെന്നല്ലേ. അടുത്ത മീനം 18 ആയില്യത്തിന് സുമനതയുടെയും പ്രേഷനും കല്യാണം. മീനം 18 ആയില്യത്തിന് പുഷ്കരന്റെ കല്യാണം. അന്ന് എനിക്ക് വരാൻ പറ്റൂല. ഇറങ്ങി പോടാ. ആരോട് വെച്ചിട്ട് തീരുമാനിച്ചിനി? ജോലിസിനോട് ചോദിച്ചിട്ട് ഡേറ്റ് മാറ്റണം. പിണ്ടാണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ചോരപ്പോഴും ആ പുഴയിൽ ഞാൻ നീന്തും. നീ എന്നെ നാണം കെടുത്താൽ കൂട്ടുനിന്നാല് ഞാൻ എല്ലാരും കൊല്ലും. ഒരു പണത്തിന്റെ മുമ്പ് കാണിക്കുവന്ന് നിന്നെ പറ്റിക്കും. അങ്ങനത്തെ ജാതികളാണ് അച്ഛൻ ഇമേജിന്റെ പ്രശ്നമാണ് മോളെ. ഓരോ നീ തമ്മിൽ യാതൊരു സംബന്ധവും പാടില്ല. ഇല്ല, ഉറപ്പ് പറയാൻ ഞാൻ കത്തി ഊരില്ല. ഇല്ലെങ്കിൽ എന്റെ ചോരപ്പുഴയിൽ നീ നീന്തേണ്ട വരും. കൊട്ടാര വളപ്പിൽ സുധാകരനാണ് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ മോളെന്നെ ചാവാൻ വിടില്ല. എല്ലാം കാമപാലന്റെ കളികളാ. സുരേഷൻ കാവൻ താഴെയല്ലേ? അതെ, പയ്യന്നൂർ പോലീസ് അല്ലേ? എന്താണത്? ഇത് അയക്കാൻ പറ്റും കേൾക്കുന്നില്ല സാറേ. ഫാൻസുകാർ കണ്ടാൽ പോലീസുകാരെ ആക്രമിക്കൊന്ന് ഭയം ഉണ്ടോ ഇയാൾക്ക്? ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല സാറേ. ഇത് കേരളത്തിലെ കാലാവസ്ഥക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടു. സുരേഷൻ ഇരിക്കും.
ആകെ കൊയഞ്ഞു പറഞ്ഞ കേസാണല്ലോ സുരേഷ. ഹൗ കാൻ ഐ ഹെൽപ്പ് യു സർ? നിന്റെ ഒരു ഹെൽപ്പും ഇല്ലാതെ നിന്നെ പിടിക്കാൻ അറിയാമെങ്കിലേ നിന്നെ തൂക്കിക്കൊല്ലാനും എനിക്കറിയാം. കൂടുതൽ വിളച്ചിലെടുത്താൽ മെഴുതിരി കൊണ്ട് കത്തിച്ച് കൊന്നളെ നിന്നെ ഞാൻ. മനസ്സിലായടാ? ആ സുമലത പറഞ്ഞുകൊണ്ട് മാത്ര സെക്ഷൻ 354 ഒതുക്കിയത്. ഏത് സുമലത? എത്ര സുമലതേനെ അറിയല്ലോ സുരേഷ് ചേട്ടനി. കേസ് എടുക്കലാണ് എൻ്റെ പണി, അല്ലാണ്ട് കേസ് ഒതുക്കലല്ല. ഈ ഹതഫാക്കിന് ഇതിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചത്. അല്ലേ ബാലമ്മ? അല്ലാണ്ട് പിന്നെ ഒരേ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് ജാതിക്കാർ തമ്മിൽ യുദ്ധം ചെയ്താൽ പിന്നെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിലൊക്കെ നമ്മളെന്താ അഭിപ്രായം പറയാനാ? അതിനെന്ത് യോഗ്യത ഉള്ള നമുക്ക്? അതുകൊണ്ട് നോ വാർ ആൻഡ് നോ കേസ്. ചെക്കനെ അടിച്ച് പുല്ല് പോലെ ആക്കിയിട്ട് ഇത് കേസ് കൊടുക്കണം. പോയിട്ട് പൊര കത്തിക്കാൻ വേണ്ടത്. ആ സാറേ, സുരേഷിന് വേണ്ടി നമ്മ മാപ്പ് വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് കുഴപ്പമാക്കിയാൽ സുഹാസിനെ വീട്ടുകാർ കൂടെ അറിഞ്ഞ ആകെ പ്രശ്നം. അതെ, ഇനി കല്യാണത്തിന് ശേഷം നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. കല്യാണ ശേഷം എന്ത്? ഉച്ചക്ക് ഊണ്, വൈകുന്നേരം റിസപ്ഷൻ. കിട്ടണല്ലോ കിട്ടിയില്ലേ? ഇനി മിണ്ടാണ്ട് പോയി കടന്നുറങ്ങ്. അത് ശരിയാവൂലേ സാറേ? ഒരു 2 ദിവസം ഇവനെ പിടിച്ച് അകത്തിട്ടാലേ ശരിയാവുള്ളൂ. നിർത്ത്. ഉത്തമ, എൻ്റെ തല കറങ്ങുന്നുണ്ടോ? ഇതെങ്ങനെ നീട്ടിക്കൊണ്ടായിട്ട് കാര്യമില്ല. സുരേഷൻ കുറ്റവാളിയാണ്, പക്ഷെ അവനെ വെറുതെ വിടണം. ഒഴിവാക്കിക്കൂടെ സുമലതേ? ഇനി സുരേഷിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ആത്മഹത്യ പ്രേരണ ഉണ്ടാവില്ല. അല്ലേ സുരേഷ? നീ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നെ പ്രേരിപ്പിച്ചാൽ ഞാനും പ്രേരിപ്പിക്കും. എന്നെ പ്രേരിപ്പിച്ച ഞാനും. ബാലമ്മ, മീനം 18 വരെ ആരും ആരെയും പ്രേരിപ്പിക്കുന്നില്ല. മതി. ബാലമ്മ, ഇസ്രായേലിൽ നിന്നും പലസ്തീനിലേക്കും പലസ്തീനിൽ നിന്നും ഇസ്രായേലിലേക്കും ഇനി ഒരു കടന്നുകയറ്റവും ഇല്ല. ഇല്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? വിട്ടോ. തേച്ചല്ലടാ നാടകമൊന്നും പറഞ്ഞാൽ വരട്ടെ. വെള്ളത്തെല്ലാം വീണ് ആകെ ചണ്ടിപുണ്ടിയായതല്ലേ. ഒരു ചായ കുടിച്ചാലോ? ചൂട് ചായ. സുമലത, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് ഒന്ന് അങ്ങോട്ട് മാറിയിക്കാം. സുമലത ചാടി ചാവാൻ പറഞ്ഞാൽ ചത്തിരിക്കണം. ചങ്ക് വരച്ച് തരണം എന്ന് പറഞ്ഞാൽ തന്നിരിക്കണം. അല്ലാതെ ഒരു പരിപാടിക്കും എന്നെ കിട്ടൂല. പ്രോമിസ് ഷുഡ് ബി പ്രോമിസ്. വാ പ്രിയേഷേട്ടാ. അന്നേരം ചത്താപ്പോരായിരുന്നു. സുരേഷ